ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യൂണിറ്റിന്റെ പേര് കാഴ്ച എന്നാണ്. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കായലരികത്ത് എന്ന് പറയുന്ന ഒരു സിനിമാ ഗാനം, സിനിമയും സമൂഹവും എന്ന ഒരു ലേഖനം, മറ്റൊന്ന് കളവും പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്ന ഒരു സിനിമ പഠനം, അതുകൂടാതെ 2 സിനിമകളുടെ ചർച്ചയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈപ്പാട് എന്ന ഡോക്യുമെന്ററിയും കേൾക്കുന്നുണ്ടോ എന്ന ഷോർട്ട് ഫിലിമും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സിനിമയെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. പുതുകാലത്തിന്റെ മാന്ത്രിക വിളക്കാണ് സിനിമ. ശാസ്ത്രത്തിന്റെ മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന്. അതിന്റെ മായക്കാഴ്ചകൾ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ ലോകം കീഴടക്കി. അപ്പൊ ഒരു മായക്കാഴ്ചയാണ് സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? വളരെ യാഥാർത്ഥ്യ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് തികച്ചും മായക്കാഴ്ച തന്നെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന, യഥാർത്ഥമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. പക്ഷെ എന്നിരുന്നാലും അതൊരു മാന്ത്രിക വിളക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അല്ലെ? അതിൽ നിന്ന് എന്തും കൊളുത്തി അല്ലെങ്കിൽ എന്തും തെളിഞ്ഞു വരുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. അത് ശാസ്ത്രത്തിന്റെ മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ലോക ജനതയുടെ ഭാവുകത്വത്തെയും ഭാഗധേയത്തെ തന്നെയും അത് നിർണ്ണയിക്കുകയുണ്ടായി. നമ്മുടെ ജനസമൂഹത്തിന്റെ ഭാഗധേയത്തെ തന്നെ, വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒന്നാണ് എന്നാണ് സിനിമയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യ പ്രളയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിസ്മയ ലോകത്താണ് ഇന്ന് നമ്മുടെ ജീവിതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൃശ്യ പ്രളയമാണ്, അല്ലെ? എവിടേക്ക് നോക്കിയാലും നമുക്ക് ദൃശ്യ വിസ്മയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു വിസ്മയ ലോകത്ത് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറിയ സമയവും നമ്മൾ ചിലവഴിക്കുന്നത്. അവിടെ കണ്ണഞ്ചി പോകാതെ ഈ ലോകത്തെ വിശകലനം ചെയ്യാനും നമ്മുടെ കാഴ്ചയുടെ സംസ്കാരത്തെ നവീകരിക്കാനും കഴിയേണ്ടതുണ്ട്. അപ്പൊ ഈ മായക്കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണഞ്ചി പോകാതെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, അതിനെ കൃത്യമായ ഒരു വിശകലനം നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു കാഴ്ചയുടെ ഒരു സംസ്കാരം തന്നെ നമുക്കുണ്ട്. എല്ലാ കാലത്തും വളരെ സമ്പന്നമാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് നവീകരിക്കാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. വെറും വിനോദോപാധി എന്ന നിലയിലല്ലാതെ, ഇപ്പം നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതൊരു വിനോദ ഉപാധി എന്നതാണെങ്കിലും അതിന് വിനോദോപാധി മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൗന്ദര്യാത്മകതയും സാമൂഹികതയും സന്ധിക്കുന്ന കലാസൃഷ്ടികളായി നമ്മൾ ചലച്ചിത്രത്തെ സമീപിക്കണം എന്നാണ് പറയുന്നത്. കാഴ്ചകളിലെ സൂക്ഷ്മ സൂചനകൾ തിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനുമുള്ള പരിശീലനം നേടാം. ഇതൊക്കെ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സിനിമയെ കൃത്യമായി വിലയിരുത്തുന്നതിന് നമുക്ക് അത്യാവശ്യം വേണ്ട യോഗ്യതകൾ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒപ്പം നല്ല സിനിമയുടെ വാതിലുകൾ ശ്രദ്ധാപൂർവം തുറന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാനും കഴിയണം. അതിന് സഹായകമായ ചില പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനായ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സിനിമാ സംവിധായകനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. ഒരു ചോദ്യം ഇപ്രകാരമാണ്, അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്: സിനിമയിൽ ഗാനങ്ങളുടെ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതൊരു അവശ്യ ഘടകമായി തോന്നുന്നുണ്ടോ? പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ ഗാനങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത് ആവശ്യമുണ്ടോ, ആവശ്യമില്ലേ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഇപ്രകാരമാണ്: സിനിമയുടെ കലാപരമായ മികവിന് പാട്ടുകൾ വേണമെന്ന് ഞാൻ കരുതുന്നില്ല. ദൃശ്യഭാഷയെ ഒരിക്കലും അത് സഹായിക്കുന്നില്ല. എന്നാൽ ഒരു വിനോദ വിഭവം എന്ന നിലയിൽ, അതായത് സിനിമ ഒരു വിനോദ വിഭവം എന്ന നിലയിൽ അത് ആവശ്യമായി വരാറുണ്ട്. സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഗാനങ്ങളെ വിലയിരുത്താം. അതൊരു ആലങ്കാരിക ഭംഗി മാത്രമേ സിനിമയ്ക്ക് നൽകുന്നുള്ളൂ. പഴയ ധർമ്മമല്ല ഇന്ന് സിനിമയിൽ പാട്ടിനുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഉത്തരമാണ് അദ്ദേഹം നൽകുന്നത്. അതായത് സിനിമയ്ക്ക് ഒരു ആലങ്കാരിക, ഒരു വിനോദ വിഭവം എന്ന നിലയിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാട്ട് കുറച്ച് മെച്ചം ഒക്കെ സിനിമയ്ക്ക് നൽകുന്നുണ്ട്, അല്ലെ ഗുണം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പലപ്പോഴും പാട്ട് ഒരു പ്രധാന ഘടകമായി മാറാറുണ്ട്. ചിലപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിലെ പാട്ടുകളൊക്കെ വളരെയധികം പോപ്പുലർ ആവുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതുപോലെ സിനിമ അത്രത്തോളം വിജയിച്ചില്ലെങ്കിലും ചില പാട്ടുകൾ
ജനങ്ങള് സ്വീകരിക്കുന്ന കാഴ്ച, വളരെ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു ആലങ്കാരിക ഭംഗി മാത്രമേ സിനിമയ്ക്ക് നൽകുന്നുള്ളൂ. എന്നാൽ പുതിയ സിനിമയിലെ പാട്ടുകൾക്ക് പഴയ കാലത്തെ സിനിമയിലെ പാട്ടുകളുടെ ധർമ്മമല്ല നിർവഹിക്കാനുള്ളത്. നേരത്തെയുള്ള സിനിമകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സംഭവങ്ങളെ നമ്മുടെ അടുത്തേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരുപാട് സിനിമയിലെ തന്നെ ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതിനൊക്കെ പാട്ടുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുവരാറുള്ള കാര്യമാണ്. ഇതാണ് ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്നുള്ള ചോദ്യം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഗാനങ്ങൾ സിനിമയിൽ നിർവഹിക്കുന്ന ധർമ്മം എന്ത്? അവ സിനിമയിൽ ഒരു അത്യാവശ്യ ഘടകമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു സംവാദം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സിനിമയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ എത്രത്തോളം ഈ പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്, സിനിമാ ഗാനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒരു സംവാദം എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ ഉണ്ടാവാനിടയുള്ളത്. അപ്പൊ ഒന്ന്, തീർച്ചയായിട്ടും പാട്ടുകൾ സിനിമയിൽ ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പം ഇത്തരം ആളുകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സിനിമ എന്ന കലാരൂപത്തെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ സിനിമയിൽ കലാപരമായ മികവിന് പാട്ടുകൾ വേണ്ട. ഇപ്പം നമ്മളെ ശ്യാമപ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാട്ടുകൾ അത്ര നിർബന്ധമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായപ്പെടാം. സിനിമയുടെ കലാപരമായ മികവിന് പാട്ടുകൾ വേണമെന്ന് കരുതുന്നില്ല, എന്നാൽ അത് ദൃശ്യഭാഷയെ സഹായിക്കുന്നില്ല എന്നുള്ള ആ ഒരു ശ്യാമപ്രസാദിന്റെ അഭിപ്രായം തന്നെയാണ് ഇവിടെ ഒരു കൂട്ടർക്ക് പറയാനുണ്ടാവുക. ദൃശ്യഭാഷ എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. അതുമാത്രമല്ല, ഗൗരവപൂർണമായ ഒരു സന്ദർഭം, വളരെ ഗൗരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിൽ പാട്ടിന് ഒരു തരത്തിലുള്ള പ്രസക്തിയും ഉണ്ടാവാൻ ഇടയില്ല. അത് മാത്രമല്ല, അതിൻ്റെ ഗൗരവത്തിന് കുറവ് വരുത്താനും ഈ പാട്ടുകൾ കാരണമായി തീരാറുണ്ട്. ഇനി ഇവിടെ വളരെ പ്രശസ്തനായ സിനിമാ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു അഭിപ്രായം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ആധുനിക സിനിമയിൽ സംഗീതത്തിന് മുഖ്യമായി നൽകിയിട്ടുള്ള ധർമ്മം നാടകീയ മുഹൂർത്തങ്ങൾക്ക് അടിവരയിടുക എന്നതാണ്. മറ്റു ശബ്ദവിശേഷങ്ങളെ പൂർണ്ണമായും പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ആദ്യാവസാനം സ്വതന്ത്ര വിഹാരം ചെയ്യുന്ന സംഗീതധാരയ്ക്ക് ഇന്നെന്തായാലും ചലച്ചിത്രത്തിൽ സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ, ഗൗരവപൂർണമായ സിനിമാ അന്വേഷണങ്ങളിൽ ഗാനങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് തന്നെയാണ് ഒരു കൂട്ടര് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പാട്ടുകൾ പ്രധാനമാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അവരെന്താണ് പറയുന്നത്? ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ സിനിമയെ കാണുമ്പോൾ പാട്ടുകൾ വളരെ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ച ശ്യാമപ്രസാദിന്റെ നിരീക്ഷണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, സിനിമ നമ്മൾ പലപ്പോഴും പ്രധാനമായിട്ടും കാണുന്നത് ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ തന്നെയാണ്, അല്ലെ? അതിൽ വിനോദവുമുണ്ട്, വ്യവസായവുമുണ്ട്. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന, ഒരുപാട് ആളുകൾക്ക് ജീവിത മാർഗമായി തീരുന്ന ഒരു മേഖലയും കൂടി, ഒരു വ്യവസായ മേഖലയും കൂടിയാണ് സിനിമ എന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിനിമ ജനങ്ങളിൽ എത്തിക്കുക, ആ സിനിമയെ വിജയിപ്പിക്കുക എന്നൊക്കെ ഉള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ പാട്ട് ചേർക്കുക, അല്ലെങ്കിൽ അതിൽ പാട്ടുണ്ടാവുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുകയില്ല. വൻ മുതൽ മുടക്കുള്ള ഒരു മേഖലയും കൂടിയാണ്, ഒരു വ്യവസായം കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലെ ചില ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാതെ വരും. അത്തരം സന്ദർഭങ്ങൾ നമുക്ക് പാട്ടുകൾ വളരെ വലിയൊരു ധർമ്മമാണ് അവിടെ നിർവഹിക്കുന്ന. സിനിമയുടെ വിജയത്തിന് വലിയൊരു ഘടകമായി സിനിമാ ഗാനങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ തന്നെ സിനിമയിലെ പാട്ടുകൾ എല്ലാ കാലത്തും ജനങ്ങളെ ആകർഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇവിടെ ഈ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചുകൂടി 2 വാക്ക് പറയുകയാണ്. ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു തിരക്കഥാകൃത്തും കൂടിയാണ്. അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു അഭിനേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ കല്ലുകൊണ്ടൊരു പെണ്ണ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അഗ്നിസാക്ഷി, അകലെ, എലക്ട്ര, ഒരേ കടൽ, അരികെ, ആർട്ടിസ്റ്റ് തുടങ്ങിയ നിരവധി നല്ല
മൂല്യമുള്ള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ശ്യാമപ്രസാദ് എന്ന സംവിധായകനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കായലരികത്ത് എന്ന് പറയുന്ന ആ സിനിമാ ഗാനത്തിലേക്കാണ് കിടക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു സിനിമാ ഗാനം ആയിരിക്കാനാണ് സാധ്യത. വളരെ പഴക്കം ചെന്ന ഒരു സിനിമാ ഗാനമാണ്. 1954 റിലീസ് ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലെ ഒരു ഗാനവും കൂടിയാണിത്. ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരനാണ്. ഇതിന്റെ സംഗീത സംവിധാനവും ഒപ്പം തന്നെ ഇതിന്റെ ആലാപനവും നടത്തിയിരിക്കുന്നത് കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മള് നിങ്ങൾക്കിവിടെ ഒരു ചിത്രവും കൂടെ ഉണ്ട്. ഒരു 2-3-4 പേരുടെ ഒരു ചിത്രവും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളിത് ഈ പാട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പഴയകാല ചിത്രത്തിൻ്റെ, പഴയകാല ജീവിതത്തിൻ്റെ ഒരു ചിത്രണമാണ് നമുക്ക് ഇവിടെ ഈ പാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നമ്മളൊരു 50 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തിന് മുൻപുള്ള കാലഘട്ടത്തെ, അല്ലെങ്കിൽ ഒരു 75 വർഷത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾ നമുക്ക് ആ കാലഘട്ടത്തെ അടുത്തറിയാനായിട്ട് പലപ്പോഴും സഹായകമായിട്ടുണ്ട്. നമ്മൾ ചരിത്രം ഒക്കെ തേടി പോകുന്നത് പോലെ തന്നെ സിനിമകളും പലപ്പോഴും നമുക്ക് ആ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും കാരണമായി തീരാറുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ പാട്ട് 1954 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ ഈ പാട്ട് ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ ഒരു പ്രണയാഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പാട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഇതൊരു ഗ്രാമീണ ജീവിതമാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു ചായക്കടയിലാണ് ഈ പാട്ടിൻ്റെ ഈ ചിത്രീകരണം നടന്നിട്ടുള്ളത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചായക്കട എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വന്നും പോയും ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വന്നെത്തുന്ന ഒരിടം. ഇന്നത്തെ പോലെയുള്ള യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. നമ്മുടെ മൊബൈൽ ഫോണുകളോ അതുപോലെയുള്ള യാതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലെ ഒരു പ്രണയാഭ്യർത്ഥന ആണ് ഇത് എന്നും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം ഇത് വളരെ മനോഹരമായിട്ടുള്ള, അതായത് നമുക്ക് ഈ മലയാള സിനിമയിൽ തമിഴ് അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ നിന്നുള്ള ആ പാട്ടുകളെ അവലംബിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് പാട്ടുകൾ ഉണ്ടാക്കുന്ന, മലയാള സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ആ കാലത്ത് നിലനിന്നിരുന്നത് എന്നോർക്കണം. അപ്പം സ്വതന്ത്രമായ മലയാളത്തിൻ്റെ തനതായ ഒരു സംസ്കാരവും ഒരു നാടൻ പാട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു മാപ്പിളപ്പാട്ടിൻ്റെയോ ഒക്കെ ഒരു ഈണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പാട്ടുകളിൽ ഒന്നായിട്ട് നമുക്ക് ഈ കായലരികത്ത് എന്ന പാട്ടിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ പാട്ടിലേക്ക് ഒന്ന് കടന്ന് നോക്കാം. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, പെണ്ണുകെട്ടിനെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ, കണ്ണിനാലൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം, കൽബിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറു പൊട്ടിയ പമ്പരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രണയ അഭ്യർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. അപ്പം സുന്ദരിയായ പെൺകുട്ടിയോട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, അപ്പം വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ആ ചായക്കടയിൽ ഇരുന്ന് ഈ സുന്ദരിയെ നോക്കി പാട്ട് പാടുന്നത്. അപ്പം അവളോട് പറയുകയാണ്, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ അല്ലയോ സുന്ദരി, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, എന്നെയും കൂടി പരിഗണിക്കണേ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ചെറിയ ചെറിയ നറുക്കെടുപ്പ്, അല്ലെ, ലോട്ടം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നറുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് വരന്മാരെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പെണ്ണുകെട്ടിനെ കുറിയെടുക്കുമ്പോൾ എന്നെ കൂടി പരിഗണിക്കണേ എന്നുള്ളൊരു കാമുകൻ്റെ അഭ്യർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപമകളൊക്കെ വളരെ മനോഹരമാണ്. ആ കാമുകൻ്റെ ഉപമകൾ. കണ്ണിനാലൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം. അപ്പോൾ ഇവളുടെ ഈ പ്രേമം എന്ന് പറയുന്നത്, അവളുടെ ആ നോട്ടം എന്ന് പറയുന്നത് കരളിൻ്റെ ഉരുളിയിൽ എണ്ണ കാച്ചിയതുപോലെയുള്ള ഒരു വേദനയാണ് തനിക്കുണ്ടാക്കുന്നത് എന്നാണ് ആ കാമുകൻ പറയുന്നത്.
കൽബിൽ അറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. തൻ്റെ നിയന്ത്രണത്തിലല്ല മനസ്സ് നിൽക്കുന്നത്. ആ ഹൃദയം ഇന്ന് കയറ് പൊട്ടിയ പമ്പരം പോലെ അങ്ങ് പാഞ്ഞു പോവുകയാണ്, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത്രത്തോളം അവളുടെ ആ പ്രണയം അല്ലെങ്കിൽ ആ അവളോടുള്ള പ്രേമം അത്രത്തോളം അദ്ദേഹത്തിന് തീവ്രമായി ഉണ്ടായിരിക്കുകയാണ് എന്നാണ് ഇവിടെ സൂചന. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ, അല്ലയോ സുന്ദരി, ഹൂറി അല്ലയോ സുന്ദരി, നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി. എൻ്റെ മനസ്സിൽ വലിയൊരു മോഹമുണ്ട്, നിന്റെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറ് കഴിക്കണം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാക്കി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അവളെ എന്നുള്ളതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയത്. അപ്പോൾ നമുക്ക് ന്യായമായും മനസ്സിലാക്കാം അല്ലെ, അവളെ വളരെ എന്താണ് പരിതാപകരമായ ഒരു ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പം അതിൽ നിന്ന് വളർന്നു പൊന്തിയ അല്ലയോ ഹൂറി, നിന്റെ കൈകൊണ്ടുള്ള നെയ്ച്ചോറ് വെച്ച് തിന്നുവാൻ എനിക്ക് കൊതിയുണ്ട് എന്നാണ് പറയുന്നത്. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ടു ഞരമ്പുകൾ തമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. വമ്പെഴുന്ന അതിമനോഹരമായ നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട്, നിന്റെ പുരികമാകുന്ന ആ പുരികക്കൊടികളാകുന്ന അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. അത്രത്തോളം അവളുടെ ആ നോട്ടം തൻ്റെ ഹൃദയത്തിലേക്ക് അത്രത്തോളം കടന്നു ചെല്ലുന്നു, തൻ്റെ ഞരമ്പുകളെ വലിഞ്ഞു മുറുകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഒരു അതിന് അദ്ദേഹം പറയുന്ന ഉപമ ഇങ്ങനെയാണ്: കമ്പൊടിഞ്ഞ ഒരു ശീലക്കുടയുടെ കമ്പി പോലെ എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞ് മുറുകയാണ് നിന്റെ നോട്ടം കൊണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കുടവുമായി പുഴക്കടവിൽ വന്ന് എന്നെ തടവിലാക്കിയ പൈങ്കിളി. അപ്പം വെള്ളം കോരാനായിട്ട് ആ കുടവുമായിട്ട് അതുവഴി കടന്നു പോകുന്നവളാണ്. പുഴക്കടവിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവർ തമ്മിൽ കാണുന്നത്. അങ്ങനെ തന്നെ തടവിലാക്കി. എന്തിന്റെ തടവിലാക്കി? പ്രേമത്തിന്റെ തടവിലാക്കി അല്ലയോ പൈങ്കിളി. ഒടുവിൽ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഈ കളി. ഇങ്ങനെ പോയി അവസാനം എനിക്ക് സങ്കടപ്പുഴയുടെ നടുവിലാകേണ്ട അവസ്ഥ വരരുത് എന്നാണ് പറയുന്നത്. അപ്പം എന്നെ തന്നെ ആ വിവാഹം കഴിക്കാനായി പരിഗണിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വേനി വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. ഇനി നീ മറ്റൊന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ അത് നേരത്തെ എന്നോട് പറഞ്ഞേക്കണം. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നു. എന്തിനാണ് ഞാൻ വെറുതെ നിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. നീ എത്രയും പെട്ടെന്ന് എന്താണ് നിന്റെ തീരുമാനം എന്ന് പറയണം എന്നൊരാവശ്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രണയ അഭ്യർത്ഥനയാണ് ഇവിടെ നമ്മുടെ കഥാപാത്രം, നമ്മുടെ കഥാനായകൻ ഈ നാടോടിപ്പാട്ടിലൂടെ അല്ലെങ്കിൽ ഈ മനോഹരമായ ഈ ഗാനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇത് വളരെ ഈ ഗാനത്തിന് ഒരുപാട് സാമൂഹ്യ പ്രസക്തി, കാരണം അത്ര മനോഹരമായ, അത്ര ദേശീയ അവാർഡ് നേടിയ ഒരു സിനിമയിലെ ഒരു ഗാനവും കൂടിയാണ്. അപ്പോൾ ഇത് പാട്ട് വളരെ പ്രധാനമായിരിക്കുന്ന ഒന്നും കൂടിയാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.